അന്നിവിടെ ഒരാൾ മുസ്ലിം ഉണ്ടോ ഇന്ത്യയിൽ? ഇസ്ലാമിക ഹിന്ദു യഹൂദ രാഷ്ട്രവാദമെല്ലാം ആത്മീയവാദത്തിന്റെ ആട്ടിൻതോലണിഞ്ഞ അധികാരദാഹം മാത്രമാണ്. ഭാരതീയ പൗരൻ എന്ന നിലയിൽ ഏതാണ്ട് 3/4 നൂറ്റാണ്ടിന്റെ ജീവിത പരിചയമുള്ളവനും എം.എൻ. കാരശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുന്നവനുമായിട്ടുള്ള ശ്രീമാൻ മുഹയുദ്ദീൻ നടുക്കണ്ടി എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹജീവിയുടെ അഭിപ്രായമാണിത്. അധ്യാപകൻ, എഴുത്തുകാരൻ, ഭാഷാ പണ്ഡിതൻ, സഹപത്രാധിപൻ, പ്രാസംഗികൻ എന്നിങ്ങനെ ജീവിതത്തിൽ പല വേഷം കെട്ടുകളും എടുത്തിട്ടുള്ള ആളാണ് കാരശ്ശേരി. ഇടവേളകളെ ആനന്ദകരമാക്കാൻ സാമൂഹിക നിരീക്ഷണം എന്ന് പറയുന്ന വിനോദോപാധിയും കാരശ്ശേരി കൊണ്ടു നടക്കുന്നുണ്ട്. ഈ ഭാരതം തന്റെ പൗരജനത്തിന് അനുവദിച്ച് നൽകിയിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പണ്ടൊരിക്കൽ കാരശ്ശേരി ഇസ്ലാമിലെ രാഷ്ട്രീയം, അതുപോലെ ഈ ശരീഅത്ത് നിയമം, ഇവയെ പറ്റിയൊക്കെ ആവേശത്തോടെ, വളരെ ആവേശത്തോടെ ശകലം നാവാടിയിട്ടുണ്ട്. പരേതത്വം സ്വീകരിച്ച് പച്ച പുതച്ച മയ്യപ്പെട്ടിയിൽ കയറി ഖബറിസ്ഥാൻ പൗരനായി കാരശ്ശേരിക്ക് പോകേണ്ടി വരാഞ്ഞത് തീർച്ചയായിട്ടും മഹാഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ്. വാക്കാൽ വധിക്കുന്ന നിലയ്ക്ക് കാരശ്ശേരിക്ക് നേരെ തീവ്ര മത മൗലികവാദികൾ വായ പിളർന്നു എന്നതാണ് ചരിത്രം. പോകനതൊക്കെ വളരെ നന്നായിട്ട് ഓർമ്മയുണ്ട്. എന്തായാലും അതിനുശേഷം ഇസ്ലാം വിമർശനത്തിൽ നിന്നും വളരെ സുരക്ഷിതമായിട്ടുള്ള അകലത്തിൽ കൊണ്ടുപോയി സ്വന്തം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ സൂക്ഷിച്ചു വെക്കാൻ കാരശ്ശേരി വളരെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എങ്കിലും മതേതരവാദി, പൗരാവകാശ പ്രവർത്തകൻ മുതലായിട്ടുള്ള വിശേഷണങ്ങളൊക്കെ നമ്മുടെ ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുള്ളതിനാൽ പലപ്പോഴും ഈ സാമൂഹ്യ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയോ കുറിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഗതികേടിൽ കാരശ്ശേരി ഇടയ്ക്കിടെ ചെന്ന് അകപ്പെട്ടു പോകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നേരെ. അത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമിനെ വിമർശിച്ചു എന്ന തെറ്റിദ്ധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾക്കുമേൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ മതസമതുലിത സംരക്ഷിച്ചുകൊണ്ടേ കാരശ്ശേരി വായ പൊളിക്കാൻ ധൈര്യം കാട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു കാരശ്ശേരി നിരീക്ഷണം. ഇപ്പോൾ പക്ഷേ മതമൗലികവാദികളും മതരാഷ്ട്രവാദികളുമായിട്ടുള്ള രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളുടെ ഉള്ളിലിരിപ്പ് കാരശ്ശേരിയുടെ വരികളിൽ കാണാൻ സാധിക്കുന്ന നില വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ആരോപണമായോ അതല്ല എന്നുണ്ടെങ്കിൽ അധിക്ഷേപമായിട്ടോ ആരും കരുതരുത്. ഉദാഹരണ സഹിതം, തെളിവ് സഹിതം പോങ്ങന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പച്ച യാഥാർത്ഥ്യം മാത്രമാണത്. എം.എൻ. കാരശ്ശേരിയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് മാതൃഭൂമി പുറത്തിറക്കിയിട്ടുള്ള ജനാധിപത്യം എന്ന കൂട്ടക്ഷരം. അങ്ങനെയാണ് അതിന്റെ തലക്കെട്ട്. അതിൽ അടിയന്തരാവസ്ഥയുടെ പാഠം എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് നമ്മൾ ആദ്യം കണ്ടത്. അല്ലെങ്കിൽ പോങ്ങൻ ഒരു പോർട്ടലിന്റെ തുടക്കം തലക്കെട്ട് കാണിച്ചത് അതിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ തലക്കെട്ടാണ്. ഉള്ളിലുള്ള കാരശ്ശേരി തരങ്ങൾ പോങ്ങൻ ഒന്ന് വായിക്കാം, എന്നാലേ അത് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ്. ഒട്ടും വൈകാതെ പശു രാഷ്ട്രീയം പുറത്തെടുക്കുന്നു. പശുവിനോട് കാണിക്കേണ്ട മാതൃവാത്സല്യത്തിന്റെ പേരിൽ ഏതു മനുഷ്യനെയും എവിടെ വെച്ചും ആർക്കും തല്ലുകയോ കൊല്ലുകയോ ചെയ്യാം. മാതൃസ്നേഹത്തിനു വേണ്ടി വെറുക്കുകയും അറക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. ആത്മീയതയുടെ പേരിൽ രഥയാത്ര നടത്തുന്ന ഭൗതികതയുടെ നേർക്കാഴ്ച. അധികാരം എന്നത് 100% ഭൗതികമാണ്. സുഖഭോഗങ്ങളിലുള്ള ആസക്തിയിലാണ് അതിൻ്റെ വേര്. ഇസ്ലാമിക രാഷ്ട്രവാദവും ഹിന്ദു രാഷ്ട്രവാദവും യഹൂദ രാഷ്ട്രവാദവും സിഖ് രാഷ്ട്രവാദവും എല്ലാം ആത്മീയവാദത്തിൻ്റെ ആട്ടിൻതോലണിഞ്ഞ അധികാരദാഹം മാത്രമാണ്. പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും ചേർന്ന് വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഏർപ്പാടാണത്. സ്വാർത്ഥതയിൽ നിന്നാണ് അത് ഊർജം സംഭരിക്കുന്നത്. ഈ ഒറ്റക്കേൾവിയിൽ അല്ലെങ്കിൽ ഒറ്റ വായനയിൽ കാരശ്ശേരി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നാം. അതല്ലെങ്കിൽ അതിൽ അപാകമായി ഒന്നും തന്നെ ഉള്ളതായി നമുക്ക് തോന്നണം എന്നില്ല. അല്ലെങ്കിൽ പലതിനോടും യോജിക്കാനും ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കും എന്ന് പറയുന്നതാണ് വാസ്തവം. എന്നാൽ സംഗതി അത്ര നിഷ്കളങ്കമാണോ? സഹജ ശൈലിയായിട്ടുള്ള അക്ഷരപ്പിശകിന്റെ അകമ്പടിയോടുകൂടി ഒരു സുഡാത്മാവ് രചിക്കുന്ന ഫേസ്ബുക്ക് സാഹിത്യത്തിന്റെ സംസ്കൃതീകരിച്ച രൂപമല്ലേ? അതുമാത്രമല്ലേ ഈ കാരശ്ശേരി വരികൾ? പശുവിനോട് കാണിക്കേണ്ട മാതൃവാത്സല്യത്തിന്റെ പേരിൽ ഏതു മനുഷ്യനെയും എവിടെ വെച്ചും ആർക്കും തല്ലുകയോ കൊല്ലുകയോ ചെയ്യാം എന്ന് പറയുന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തി. ഈ പ്രയോഗം വാസ്തവമാണോ? പൗരൻ എന്ന നിലയിൽ ഭാരതവുമായി 3/4 നൂറ്റാണ്ടോളം നീണ്ട ജീവിത പരിചയം വെച്ച് പുലർത്തുന്നവനാണല്ലോ എം.എൻ. കാരശ്ശേരി, അല്ലേ? അങ്ങനെയുള്ള കാരശ്ശേരി ഇത്തരമൊരു സുഡാഹിത്യം തട്ടാമോ? സുഡാഹിത്യം തന്നെയാണ്. സാഹിത്യം എന്ന് പറയാൻ പോകേണ്ട ചെറിയ മടിയുണ്ട്. സുഡാഹിത്യമാണിത്. ഇങ്ങനെയൊരു സുഡാഹിത്യം കാരശ്ശേരി തട്ടാമോ? നടുക്കണ്ടിയിൽ മുഹയുദ്ദീൻ എന്ന സ്വത്വബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറച്ചിലുകളെങ്കിൽ തീർച്ചയായിട്ടും പോകാനതിൽ പിശക് കാണില്ല. എന്നാൽ കാരശ്ശേരി എന്ന തൂലികാനാമം ഈ പോങ്ങന്റെ കൂടി ആദരവ് ലഭിക്കപ്പെട്ട ഒന്നാകുമ്പോൾ ഇങ്ങനെയൊന്ന് എഴുതി കാണുന്നത് ഈ പോങ്ങന് പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്.
അത് പറയാതെ പറ്റത്തില്ല. ബാഹ്യ ഇടപെടലുകളോ അതല്ലെങ്കിൽ ഈ ആശയ കടം കൊള്ളലോ കൂടാതെ സ്വന്തം നിലയ്ക്കാണ് കാരശ്ശേരി ഇമാതിരി പറച്ചിലുകൾ നടത്തുന്നതെങ്കിൽ ഈ കലികാലം കാരശ്ശേരി ബുദ്ധിയെയും ബാധിച്ചു തുടങ്ങി എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അങ്ങനെ ചിന്തിക്കുന്നത് കുറച്ചൊക്കെ എനിക്ക് ആശ്വാസം നൽകും. മറ്റേ കൂട്ടത്തിൽ അല്ല കാരശ്ശേരി എന്നൊരു തോന്നൽ അതൊരാശ്വാസം തന്നെ ആയിരിക്കും. പശു സംഖ്യകൾക്കും മാത്രം സമൃദ്ധി ചുരത്തുന്നവളല്ലെന്നും പശുക്കൾക്ക് നമ്മൾ എന്തുകൊണ്ടാണ് മാതൃസ്ഥാനം കൽപ്പിക്കുന്നതെന്നും അറിയാത്ത ഒരു ആളൊന്നുമല്ല നമ്മുടെ കാരശ്ശേരി. ദൈവവിശ്വാസമോ മതകാര്യമോ ഒന്നുമല്ല. ദൈനംദിന ജീവിതയാത്രയ്ക്കുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് ഓരോ പശുക്കളും എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും കാരശ്ശേരിക്കറിയാം. പശു മാതാവ് മാത്രമല്ല മുതലുമാണ്, അല്ലേ? മാതാവ് മാത്രമല്ല മുതലുമാണ്. മുതലു കക്കുന്നവരെ മാതാവിനെ കട്ടുകൊണ്ടുപോയതുപോലെ ചിലപ്പോൾ ഒരുപക്ഷെ പിടിച്ച് കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ സ്വാഭാവികമായിട്ടും മുതല് കട്ടവർക്ക് അപ്രിയകരമാവുന്ന നിലയിൽ പലതും നടക്കും. ചിലപ്പോൾ അത് നല്ലതാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ പശു ദൈനംദിന ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്ന സാമ്പത്തിക സ്ഥിതിയുള്ള നാട്ടിൽ ഒരു പശുവിന്റെ നഷ്ടം എന്ന് പറയുന്നത് അത് സഹിക്കാൻ പറ്റില്ലായിരിക്കും. പശു മോഷ്ടാക്കൾക്ക് അപ്പോൾ തന്നെ നാട്ടുകാർ പാരിതോഷികം നൽകുന്നുണ്ടാവാം. തൽക്കാലം അതിനുമേൽ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല കാരശ്ശേരി. ഇസ്ലാമിക ഹിന്ദു യഹൂദ മതരാഷ്ട്രവാദത്തെ പറ്റിയൊക്കെ കാരശ്ശേരി പറഞ്ഞതിനോടും പോങ്ങനെ നല്ല വിയോജിപ്പുണ്ട്. കടുത്ത വിയോജിപ്പ്, കനത്ത വിയോജിപ്പ്. യഹൂദനും ഹൈന്ദവനുമൊന്നും മതരാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി നടക്കുന്ന കൂട്ടരല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹൈന്ദവർക്ക് മതവ്യാപരണം ഉണ്ടായിരുന്നു എങ്കിൽ, അതിലുള്ളൊരു വാസന അല്ലെങ്കിൽ താല്പര്യം അവർക്കുണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഒരു മതക്കച്ചവടം നടത്തണമെന്ന് ആഗ്രഹമുള്ളവർ കൂട്ടരായിരുന്നു എങ്കിൽ കേവലം മതരാഷ്ട്രമൊന്നുമല്ല, മതഭൂമി തന്നെ, അല്ലെങ്കിൽ ഈ ഭൂമിയെ ഒരു ഹൈന്ദവ ഗോളം തന്നെ ആക്കി മാറ്റാൻ കഴിയുമായിരുന്നില്ലേ? കാരണം ഹിന്ദു ഒരു മതബുദ്ധിയോടുകൂടി മതരൂപത്തിൽ ഉണ്ടായതിനു ശേഷം അതല്ലെങ്കിൽ അതൊരു സംസ്കാരമായോ സമ്പ്രദായമായോ ജീവിതശൈലിയായോ ഒക്കെ തന്നെ മനുഷ്യർ ഉപയോഗിച്ചു തുടങ്ങി. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു മതം, യഹൂദമതം ഇവിടെ ഉണ്ടാവുന്നത്, അല്ലേ? ഭൗമഗോളത്തിലെ ഏറ്റവും പുതിയ മതമാണ് ഈ മുത്തുപോങ്ങൻ സ്ഥാപക പ്രൊപ്പറേറ്ററായിട്ടുള്ള പോങ്ങമതം എന്ന കാര്യം കാരശ്ശേരിക്ക് അറിയാമെന്നാണ് പോങ്ങൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. പോങ്ങമതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വെറും 1500-ലധികം വർഷങ്ങളുടെ അകലം മാത്രമല്ലേ ഉള്ളൂ കാരശ്ശേരി. പോങ്ങമതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവമില്ലാത്ത ഈ ലോകത്തെ ആദ്യത്തെ മതം. അങ്ങനെയുള്ള പോങ്ങമതത്തിൽ നിന്ന് 1500-ൽ ചില്ലുവാനം വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ, അകലം മാത്രമേ ഉള്ളൂ ഇസ്ലാം മതവുമായിട്ടല്ലേ. പോങ്ങമതത്തിൽ നിന്ന് ഏറ്റവും പഴക്കമുള്ള ഹിന്ദുമതം, അതിനും ശേഷം സംഭവിച്ചിട്ടുള്ള യഹൂദമതം, പിന്നീട് സംഭവിച്ചിട്ടുള്ള ഈ ക്രിസ്തുമതം, ഇവയൊക്കെയാണല്ലോ നിലവിലെ പ്രധാന മതങ്ങൾ. ഇതിനിടയിൽ പല മതങ്ങളും ഉദിച്ചു അസ്തമിച്ചു, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്കെല്ലാം ശേഷം നിർമ്മിക്കപ്പെട്ട ഇസ്ലാം മതം ഏറ്റവും അംഗസംഖ്യയുള്ള രണ്ടാമത്തെ മതമായി മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ മതമാകാനായി കുതിച്ചു പെറുന്നുണ്ടെങ്കിൽ മതരാഷ്ട്രം മതഗോളം എന്നതൊക്കെ മാത്രം ലക്ഷ്യമാണ് കാരശ്ശേരി. മറ്റെല്ലാ മതങ്ങളും ഇല്ലാതാവുകയും ഭൗമഗോളത്തിൽ ഏക മതമായി ഈ സമാധാന മതം അങ്ങനെ അങ്ങോട്ടേക്ക് മാറുകയും ചെയ്യുന്നതോടുകൂടി മനുഷ്യ സമൂഹം ഇല്ലാത്ത ഒരു ഗോളമായി നമ്മുടെ ഭൂമി മാറും എന്ന് പോങ്ങൻ പറഞ്ഞു കഴിഞ്ഞാൽ കാരശ്ശേരിക്ക് എതിരഭിപ്രായമുണ്ടോ? സമാധാന മതം ഭൂരിപക്ഷമാകുന്ന എവിടെയുണ്ട് കാരശ്ശേരി സമാധാനം? എവിടെയുണ്ട് കാരശ്ശേരി സ്വസ്ഥത? എവിടെയുണ്ട് കാരശ്ശേരി സ്വാതന്ത്ര്യം? എവിടെയുണ്ട് കാരശ്ശേരി മനുഷ്യനായിട്ട് ജീവിക്കുന്നത്? സ്വസ്ഥതയില്ല. മനുഷ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. മതസ്ഥരായിട്ടാണ് ജീവിതം. സ്വാതന്ത്ര്യം അറിഞ്ഞിട്ടില്ല. മതശാസനകൾ അനുസരിച്ച് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സമൂഹമാണത് ആ സമാധാന മത സംഘം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് ഭേദമുണ്ട് കാര്യങ്ങൾ. കാരണം ഇന്ത്യ മഹാരാജ്യം നൽകുന്ന സൗജന്യമാണത്. ഇന്ത്യ മഹാരാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട്, അതിന്റെ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഇത്തരം മതതീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതല്ലാതെ ആ മണ്ണിലേക്ക്, ആ മതസ്വത്വത്തിലേക്ക്, ആ മതസാഹചര്യത്തിലേക്ക് ശരീരത്തെ പറിച്ചു നട്ടിട്ട് ഇവന്മാരാരെങ്കിലും അതിനൊപ്പം നിൽക്കുമോ? ഗാസയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് കണ്ണീരൊഴുക്കും, അവിടെ പോയി യുദ്ധം ചെയ്യാൻ തയ്യാറാകുമോ? ഇല്ല. ഫേസ്ബുക്കിലൂടെ കേരളത്തിലിരുന്ന്, ഇന്ത്യ മഹാരാജ്യത്തിലിരുന്ന് ജൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്, മലയാളികളുണ്ട്, പ്രബുദ്ധരുണ്ട്. പക്ഷെ ആ മണ്ണിൽ പോയി സ്വന്തം ശരീരം സമർപ്പിച്ച് ആരും നിൽക്കില്ല അതിനൊന്നും. ആട്ടിൻ തോലണിഞ്ഞ് അധികാരദാഹവുമായി നടക്കുന്നത് സമാധാന മത മുതലാളികൾ മാത്രമാണ് കാരശ്ശേരി. മറ്റൊരു മതസ്ഥരും അങ്ങനെ നടക്കുന്നില്ല.
ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ആലോചന പോലും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് സമാധാന മതസ്ഥരുടെ പന്നി മോഡൽ പേറും പേറ്റുയന്ത്രങ്ങളാകുന്ന മതപ്പെണ്ണുങ്ങളും മതപ്പാല് കുടിച്ച് വളരുകയും മതവസ്ത്രത്തിൽ പുലരുകയും മനുഷ്യരൂപമുള്ള മതസ്ഥരായി ഈ സമൂഹത്തിൽ കഴിയുകയും ചെയ്യുന്ന മതബാധിതരുടെ ഭിന്നശേഷിയുള്ള സാമൂഹ്യ ബോധവുമൊക്കെയാണ് അത്തരമൊരു ആലോചനയിലേക്ക് ഭാരതീയരെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ തള്ളിവിടുന്നത്, അങ്ങനെ ചിന്തിക്കാൻ നിർബന്ധിതരാക്കുന്നത്. അല്ലെ അല്പം കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ 8ാം നൂറ്റാണ്ടിലല്ലേ അറബികൾ വരുന്നത്? അന്ന് ഇവിടെ ഒരാൾ മുസ്ലിം ഉണ്ടോ ഇന്ത്യയിൽ? ആ അറബികളെ സ്വീകരിച്ചതാരാ? ഹിന്ദു രാജാക്കന്മാർ, നമ്മളെ സാമൂതിരിപ്പാടിനെ പോലത്തെ ആളുകൾ. അവരെ കുടിയിരുത്തി പ്രത്യേക സ്ഥാനപ്പേര് കൊടുത്തു, കൺവെർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പല മുസ്ലിം ഹിന്ദു അമ്പലം പള്ളിയായില്ലേ, പല ഹിന്ദു അമ്പലം ചർച്ചായില്ലേ. എന്താ കാരണം? ഹിന്ദുമതം ഈ പറയുന്ന രൂപത്തിലുള്ളൊരു മതമല്ല. ഹിന്ദുമതം സഹിഷ്ണുതൻ്റെ മത. ഹിന്ദുമതം ഇസ്ലാം മതം പോലെ ക്രിസ്തു മതം പോലെയുള്ളൊരു മതമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു മുസ്ലിമും വരൂല, ഒരു ക്രിസ്ത്യാനിയും വരൂല, അവിടെ ഹിന്ദു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ലോകത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു കൾച്ചറുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. നമ്മളെ വാപ്പാന്റെ 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 വാപ്പ ആരാ? ഹിന്ദു. അപ്പോ ആ ഒരു കൾച്ചർ നമുക്കുണ്ട്. 4 തീവ്രവാദി വിളിച്ചിട്ട് മാറ്റാൻ നോക്കിയാലൊന്നും നടക്കൂല, മനസ്സിലായില്ലേ? അവരകത്താവുക എന്നല്ലാതെ. എന്റെ പേര് ആര്യാടൻ മുഹമ്മദ്. ഈ ആര്യാടൻ മുഹമ്മദ്മാർക്ക് പകരം അബ്ദുൾ നാസർ മദനിമാർ നാട്ടിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ആലോചന ആളുകളിൽ ഉണ്ടാക്കിയതിന് പ്രധാനപ്പെട്ട കാരണമാകുന്ന സംഗതി. അത് കാരശ്ശേരി മനസ്സിലാക്കണം. അതിജീവന ബുദ്ധിയെയും ആത്മരക്ഷാബോധത്തെയും മതരാഷ്ട്രവാദമായി കാണരുത് കാരശ്ശേരി. ഒന്നുമല്ലെങ്കിലും താങ്കൾ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവിയല്ലേ. അതുകൊണ്ട് പശുവിനെ മാതാവായി കാണുന്നവരിലേക്കല്ല, പന്നിയെ മാതൃകയായി കണ്ട് മതസംഖ്യാവർദ്ധനവിനായി പേറ്റുശേഷി ദുരുപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജനമലിനീകരണം നടത്തുന്നവരിലേക്കാണ് കാരശ്ശേരിയുടെ ശ്രദ്ധയും ബുദ്ധിയും വളരെ അടിയന്തരമായി പതിയേണ്ടത്. നമ്മളെ വാപ്പാന്റെ 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 വാപ്പ ആരാ? ഹിന്ദു.